ഇന്ന് ശനിയാഴ്ച സ്കൂൾ അവധിയല്ലായിരുന്നു. അങ്ങനെ ഞാനും അച്ചുമോനും പാറുമോളും കൂടി കുതിരാൻ അമ്പലത്തിൽ പോകാന്ന് വിചാരിച്ചു കേട്ടോ. കടയിലെത്തി ശ്രീജേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. വെയിലാവുമ്പോഴേക്കും നമ്മൾ പോകുന്നതുകൊണ്ട് നല്ല വൈബാണ് കേട്ടോ. കാരണം ഒരു 7 മണി 7:30 ആയപ്പോൾ എന്താ പറയുക, നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ദേ കുതിരാൻ പോകുന്ന വഴി എത്തി. ആനയെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇത്തിരി പേടി തോന്നുമെങ്കിലും നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. ഈ വഴിയൊക്കെ ആദ്യം എന്തൊരു തിരക്കായിരുന്നു അറിയോ. എല്ലാ വണ്ടികളും വന്നിരുന്നൊരു വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. അയ്യപ്പൻ്റെ അമ്പലത്തിൽ എള്ളുതിരി പ്രധാനമല്ല, അതുകൊണ്ട് എള്ളുതിരി ഒക്കെ എടുത്ത് നമ്മൾ കത്തിച്ചു, പുഷ്പാഞ്ജലി കഴിച്ച് പ്രസാദമൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ എല്ലാവരും തൊട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. ഇവിടെ എപ്പോഴും നിറയെ കുരങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് പോയപ്പോൾ ഒരു കുരങ്ങനെ പോലും ഞാൻ കണ്ടില്ല ഗൈസ്. അങ്ങനെ അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇന്ന് അവർക്ക് എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, എവിടെയും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ അച്ചുമോന് പാറമോളിയൊക്കെ വിളിച്ച് അവിടെ നിന്ന് നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോഴാണ് വണ്ടിയിൽ ഈ ഒരു സംഭവം, ഇത് ഇന്നലെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ, മൂങ്താള്, നമ്മുടെ ഉഴുന്ന് പരിപ്പ് വറുത്തതുപോലൊരു സംഭവം. അതൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചതേ നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ. പാറമോൾക്ക് അത്ഭുതം നമ്മുടെ കുതിരാൻ തുരങ്കം കണ്ടപ്പോൾ അവൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, അമ്മ ഈ മലയുടെ ഉള്ളിലാണല്ലോ ഈ വഴിയെന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതെ മോളെ, അതായത് ഈ പാറയുടെ ഉള്ളിൽ കൂടി ഉണ്ടാക്കിയതാണല്ലോ, എന്തായാലും സംഭവം അടിപൊളിയാണ് അല്ലേ. എങ്കിലും നമ്മുടെ കുതിരാൻ തുരങ്കം കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോരാണ് കേട്ടോ. ഇനി നമുക്ക് ഞാൻ വീട്ടിൽ വന്ന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ രാവിലെ. അപ്പം അതൊക്കെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ കടയിൽ പോയിട്ടോ. ശ്രീജേട്ടന് കുറി തൊട്ട് കൊടുത്തു. അതുപോലെ ഇതേ കടയിൽ കണ്ണൻ ചേട്ടൻ്റെ, അപ്പോൾ കണ്ണൻ ചേട്ടനും വെച്ചുമ്പോൾ കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ശ്രീജേട്ടൻ അമ്പലത്തിൽ പോയി വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ശ്രീജേട്ടൻ പിന്നെ വരാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, അതൊക്കെ എടുത്ത് ഞാൻ വീട്ടിലേക്ക് വന്നേ. അങ്ങനെ നമ്മുടെ കൊറിയർ വന്നിരിക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ കിച്ചണിൽ വെക്കുന്ന ഈ ഒരു റാക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കറിപ്പാത്രം ചോറും പാത്രമൊക്കെ ഇങ്ങനെ പരന്നിരിക്കുന്നതിന് പകരം നമുക്ക് ഇതിലിങ്ങനെ വെക്കാൻ പറ്റും. ആദ്യം ഞാനിങ്ങനെ തലതിരിച്ച് വെച്ചേ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാം. കാരണം പിന്നീട് ഞാനത് തിരിച്ചു വെച്ചാൽ നമുക്ക് മുകളിൽ ഒരു ലെയറിൽ കൂടി വെക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഞാൻ ഇഡ്ഡലിയും കറിപ്പാത്രം ചോറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്തായാലും അടിപൊളി സംഭവമാണ്.